അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഫ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പുതിയ നമ്മുടെ OB45 അപ്ഡേറ്റിനനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന പുതിയ 2-3 ഗൺസ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉള്ള 2 ഗൺസിൻ്റെ കാര്യം പറയാനാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സർവറിനകത്ത് മൊത്തം ഹാക്കേഴ്സാണ് ഗൈസ്. നമുക്ക് നിന്ന് കളിക്കാൻ പറ്റുന്ന രീതിക്ക് പറ്റത്തില്ല. അമ്മാതിരി ഇതാണ് മൊത്തം ഹാക്കേഴ്സാണ്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ചെറിയൊരു ഷോർട്ടായിട്ട് ഇത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാം. അഡ്വാൻസ് സർവർ കയറരുത് ഗൈസ്, മൊത്തം ഹാക്കർമാർ. ഇതാണ് നമ്മുടെ ഇതിൽ വരുന്ന പുതിയ ഗൺ FLG-24 എന്നാണ് ഈ ഗണ്ണിൻ്റെ പേര്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പർ വൈയും ഉണ്ട് കൂടെ. അല്ലാതെ തന്നെ നമുക്ക് അപ്ഗ്രേഡ് വരുന്ന മേജർ ഗൺ മാക്ടൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഗെയിമിലോട്ട് ഓഗിൻ്റെ അപ്ഗ്രേഡ് വന്നത്, അതുപോലെയാണ് ഈ മാക്ടൻ്റെ ഇത് വരുന്നത്. 100ൻ്റെ ഹെഡ്ഷോട്ട് അടിക്കാൻ നേരത്തേക്ക് ഞാൻ മറ്റേ ബോട്ടിനകത്ത് കാണിച്ചത് 100 അടിക്കാൻ നേരത്തെ ഫസ്റ്റ് അപ്ഗ്രേഡ് നമുക്ക് വരുന്നതായിരിക്കും. നെറ്റ് പിന്നെ നമ്മളുടെ എടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഇതും വരുന്നത് ലെവലാകാൻ എനിക്കൊന്ന് 3-4 ഹെഡ്ഷോട്ട് അടിച്ചിട്ട്. അപ്പോൾ ഇത് അങ്ങനെ ചിലപ്പോൾ നമ്മുടെ മാക്ടൺ അപ്ഗ്രേഡാണിത്. കുഴപ്പമില്ല, ഞാനിത് BR വെച്ച് BR-നകത്ത് കളിച്ച ഇതൊക്കെ കയറുന്ന ഗണ്ണാണ്. ഈ നെറ്റ് പിന്നുള്ള 79 ഡാമേജും അങ്ങനെ ഡാമേജും റേഞ്ചും കിട്ടുന്നുണ്ട് ഗണ്ണിന്. ക്ലോസ് റേഞ്ചൊക്കെ വരുമ്പോൾ സാധനം മനസ്സ് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി FLG-24 ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ FLG-24 എന്ന് പറയുന്നത് ഒരുമാതിരി നമ്മുടെ ഹീലിംഗ് സ്നൈപ്പറിൻ്റെ ഒരുമാതിരി ഷേപ്പുകളാണ്. അപ്പോൾ ഇത് അടിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ സാധനം പോവും. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ സാധനം കാണിക്കാൻ പറ്റുന്നില്ല, അത് കാരണമാണ്. അപ്പോൾ നമ്മൾ എനിമിയുടെ മേത്ത് ചെന്ന് ഇത് കൊണ്ടു കഴിയുമ്പോൾ ഈ എനിമി ഓടി നടന്ന് എനിമിയുടെ മേല് മൊത്തം ബേൺ ആകും. ഇപ്പോൾ ബോട്ടിൻ്റെ മേത്ത് അടിച്ചിട്ടും കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നോക്കാം, നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ട്രെയിനിങ്ങിന് വേണ്ടി ഇറങ്ങാൻ പറ്റില്ല, ട്രെയിനിങ്ങിന് വേണ്ടി മൊത്തം ഹാക്കേഴ്സാണ് ഗൈസ്. നമുക്ക് FLG-24 ഒന്ന് യൂസ് ചെയ്യാനുള്ള അവസരം തരത്തില്ല ഇവന്മാർ. നമ്മൾ എനിമിയുടെ മേത്ത് ഹിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ ബേണിങ്ങിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എവിടെ നോക്കിയേക്കാം, പക്ഷെ കാണിക്കുന്നില്ല. ബേണിംഗ് സൗണ്ട് കാണുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. പക്ഷേ ചുമ്മാ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി നോക്കാം ഗൈസ്. ഞാൻ കാണിച്ചു ബാക്ക് പോവാം. ബോൾ ഹാക്ക് തൊട്ട് എല്ലാം ഉണ്ട്. അവൻ ട്രെയിനിങ് ഗ്രൗണ്ട് പൊളിച്ച് പുറത്ത് വന്നു ഗൈസ്. ഇതിനൊക്കെ എന്നെ എടുക്കണം ഗൈസ് എന്ന് പറയാം. നമുക്ക് റിപ്പോർട്ട് അടിച്ചു കൊടുക്കാം. ഇവന്മാർക്കൊക്കെ റിപ്പോർട്ട് അടിച്ചു കൊടുക്കാൻ വന്നാത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ സർവറിൽ മാത്രമാണ് ഹാക്കേഴ്സ് കുറവ്. ബാക്കി എല്ലാ സർവറിലും ഹാക്കർമാരെ കൊണ്ട് ശല്യമാണ് ഗൈസ്. താഴെ ഇറങ്ങാൻ പോലും അവർ സമ്മതിക്കത്തില്ല. ഇതാണ് ഈ സർവറിൻ്റെ പ്രശ്നം. സർവർ ചേഞ്ച് നമ്മൾ വീഡിയോയിലും കയറുന്നതാണ്, നമുക്ക് നിന്നിറങ്ങാൻ ടൈം കിട്ടത്തില്ല. നോക്കുന്നത് അടുത്തവൻ. ഇവനെയൊക്കെ എന്നെ എടുക്കണം ഗൈസ്, നിങ്ങൾ തന്നെ പറ. ഞാനപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേറൊരു മാച്ചിനകത്ത് പകുതി പോസ് ചെയ്യുവാണ് വീഡിയോ. ബാക്കി നിങ്ങൾക്ക് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, FLG-18 വെച്ചുള്ള ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. അപ്പോൾ നമുക്ക് FLG ഇത് നമുക്കൊന്നെങ്കിൽ അപ്ഡേറ്റ് അതെങ്ങനെ കിട്ടും, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഗെയിമിലോട്ട് ഇപ്പോൾ വന്നിട്ടില്ല. ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാത്രമാണ് നിങ്ങൾ കണ്ട പോലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാത്രമാണ് FLG-18 ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ FLG-18 ചിലപ്പോൾ നമുക്ക് ഡ്രോപ്പിൽ നിന്നായിരിക്കും കൂടുതലും കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് ബ്ലൂ പോട്ടെ ഫസ്റ്റ് കളറിലെ ഷോപ്പ് വന്ന പ്ലെയർ കൂടെ ഇതിനകത്തായിരിക്കും കൂടുതലും ഇത് കിട്ടാൻ സാധ്യത. ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ FLG-18 പോലത്തെ വേറൊരു കണ്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പറിൻ്റെ എനിക്കിപ്പോൾ ഇത് വരുന്ന ഇത് വെച്ച് അടിച്ചതാണ്. ഇതുപോലെ വരും ഗൈസ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകെ എൻ്റെ പുറകെ ഒരു പ്ലെയിൻ കാണുന്നുണ്ട് ഗൈസ്. അതുപോലെ നമ്മുടെ പുറകെ അപ്പോൾ എനിക്കൊന്ന് പെർ നമുക്ക് കയറുന്നത് 2 ഡാമേജാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഇതാണ്. ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് അവൻ ഓടി മുങ്ങാൻ ശ്രമിക്കുന്ന സ്ഥലം ഇതുപോലെ ഇത് വെച്ച് നല്ല പട്ടി അടിക്കാൻ ഓടിച്ച് കൊല്ലാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കണ്ണാണ് ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പർ വൈ. ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പർ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പറിൻ്റെ വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോർമൽ ട്രീറ്റ്മെൻറ്റ് സ്നൈപ്പറിനെക്കാളും നമുക്ക് ഡാമേജ് കൂടുതൽ 23 ഡാമേജ്. നമുക്ക് ടീംമേറ്റ്സിനെ ഹീൽ ചെയ്യാനും പറ്റും, എനിമിനെ അടിക്കാനും പറ്റും. അപ്പോൾ പ്രത്യേക ചെറിയ സിറ്റുവേഷനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്തുവാ പറയുക, അത്യാവശ്യം നമുക്ക് നോർമലി നമ്മൾ ഹീൽ ചെയ്യുന്നതിനേക്കാളും ട്രീറ്റ്മെൻറ്റ് വൈ വെച്ച് നല്ല അത്യാവശ്യം പൊട്ടക്കാനായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ് ടീമേറ്റ്സിനെ. പക്ഷെ നോക്ക് ഫിനിഷ് ചെയ്യാൻ 120 ഡാമേജ് വരുന്നത് നോക്ക് ഫിനിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോക്കകത്ത്. ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.